പാതിവില തട്ടിപ്പിൽ ഫീസ് ഇനങ്ങളിലും നടന്നത് വൻ കൊള്ള. പദ്ധതി നടത്തിപ്പിനായി ഗുണഭോക്താക്കളിൽ നിന്ന് പിരിച്ചെടുത്തത് അമിത തുക. നോട്ടറി സർട്ടിഫിക്കറ്റിന്റെ പേരിലും അമിത തുക ഈടാക്കിയതായും വ്യക്തമാകുന്നു. ഇതേസമയം CSR ഫണ്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ സ്വരൂപിച്ച തുക പ്രകാരം പദ്ധതി നടപ്പാക്കിയാലും നടത്തിപ്പുകാർക്ക് കൊയ്യാനാകുന്നത് കോടികൾ. പാതിവില തട്ടിപ്പിൽ ഓരോ വാഹനത്തിനും പദ്ധതി നടത്തിപ്പിനായി നടത്തിപ്പുകാർ അധികമായി വാങ്ങിയത് 4500 രൂപ വീതമായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ 1000 രൂപ നോട്ടറി ഒപ്പിട്ട സത്യവാങ്മൂലത്തിനായാണ് വാങ്ങിയിട്ടുള്ളത്. എന്നാൽ 200 രൂപയുടെ മുദ്രപത്രവും 100 രൂപയുടെ നോട്ടറി സ്റ്റാമ്പും ഗുണഭോക്താക്കൾ തന്നെ വാങ്ങി നൽകണമെന്നതായിരുന്നു നിർദ്ദേശം. ഇതുവരെ വിതരണം ചെയ്ത വാഹനങ്ങളുടെ പേരിലും മറ്റ് വാഗ്ദാനങ്ങളുടെ പേരിലും അമിത തുക ഈടാക്കിയതായാണ് സൂചന. 160 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് നിലവിൽ ED കണ്ടെത്തിയിട്ടുള്ളത്. അതിലൂടെ 26,000 പേരിൽ നിന്നും പണം പിരിച്ചതായി വ്യക്തമാകുന്നു. ഇതിനു പുറമെ വിതരണം ചെയ്ത വാഹനങ്ങളുടെയും ഇതര സാമഗ്രികളുടെയും പേരിലും അധികമായി വാങ്ങിയ തുക കണക്കാക്കുമ്പോൾ കോടികളുടെ ലാഭം നടത്തിപ്പുകാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാണ്. നോട്ടറി കൂടിയായ നിയമ ഉപദേശക കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 47 ലക്ഷം രൂപയുടെ പ്രതിഫലത്തിൽ നോട്ടറി സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ പേരിലുള്ള തുകയും ഉണ്ടോ എന്നതും EDയും ക്രൈംബ്രാഞ്ചും പരിശോധിക്കുന്നതായാണ് വിവരം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.